വേദിയിലുണ്ടായിരുന്ന വിശിഷ്ട വ്യക്തികൾ, എൻ്റെ ഗ്രാമം വെള്ളാനി പ്രവാസി കൂട്ടായ്മയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇവിടെ ഇപ്പോൾ ഈ സന്ധ്യയിൽ നമ്മൾ ഇവിടെ എല്ലാവരും അനുഭവിച്ചത്. നമ്മൾക്കറിയാം, വളരെയധികം സന്തോഷമുള്ള ഒരു ശുഭമുഹൂർത്തമാണിത്. ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ് ഈ നിമിഷം നമ്മൾക്ക് പൂവടിഞ്ഞതിരിക്കുന്നത്. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഒത്തിരി പേരുടെ വളരെയധികം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സഹനങ്ങളും എല്ലാം ഉണ്ട്. ഒരുപാട് നേരം വൈകിട്ടൊന്നുമില്ല. ഈ നന്ദി പറഞ്ഞോടുകൂടി ഒരു പാട്ടുകൂടി പാടാൻ ഒരാൾ തയ്യാറായിട്ടുണ്ട്. അതുകൂടി കേൾക്കാൻ കൂടിയുള്ള മനസ്സുണ്ടാവണം. ഞാനിവിടെ അധികം നിറൂപിക്കുന്നില്ല. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ആദ്യമായിട്ട് ഇവിടെ വന്ന് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് ഉദ്ഘാടനം നടത്തിയ അതിക്ക് മുമ്പ് അധ്യക്ഷന് ഒരു നന്ദി പറയണം. നമ്മളുടെ അശോകേട്ടൻ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ നാട്ടിലുണ്ട്. ആളിപ്പോൾ ഒരു എക്സ് പ്രവാസിയായിട്ടാണ് അശോകേട്ടൻ ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. നാട്ടിൽ കുറച്ച് പേരേ ഉള്ളൂ ഇതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ആശ്വാസമാണ് അശോകേട്ടൻ ഇപ്പോൾ കൂടെ ഉള്ളത്. അപ്പോൾ അശോകേട്ടന് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടത്താൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ഏറ്റവും ഈ എൻ്റെ ഗ്രാമം വെള്ളാനി പ്രവാസി കൂട്ടായ്മയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമ്മൾക്ക് ഏറ്റവും സന്തോഷത്തോടെ നന്ദി പറയേണ്ടത് നമ്മളുടെ നാട്ടുകാരിയായ കഥാകൃത്ത് രേഖയാണ്. രേഖ ഇവിടെ പറഞ്ഞു എന്നെ കാക്കാന്ന് വിളിച്ചാൽ മതിയെന്ന്. അന്നൊക്കെ കാക്കാന്ന് വിളിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നല്ലത് കേൾക്കുമായിരുന്നു. ഇപ്പൊക്കെ വലിയ പവറിൽ പറഞ്ഞതാ. ഇപ്പൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ആ പേരിനെ ചില പേരിനെ ഇപ്പൊ സ്വീകരിച്ചു. അന്നൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് കിടിക്കും കാക്കയെന്ന് വിളിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നല്ലത് കിട്ടും തിരിച്ച്. അത് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും കേൾക്കാനിപ്പോ രേഖ സ്പോട്ടിലില്ല. എന്തായാലും നമുക്ക് കോട്ടയത്ത് നിന്നാണ് രേഖയോടെ വരുന്നത്. എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും പറന്നെത്തും. ഈ പറഞ്ഞ പോലെ കാക്കയുടെ പോലെ തന്നെ പറന്നെത്തും. കാരണം അത്രയും സന്തോഷത്തോടു കൂടിയിട്ടാണ് വരുന്നത്. അല്ലാതെ വെറുതെ ഒരു ഇതിനു വേണ്ടി കടമ നിർവഹിക്കാൻ വേണ്ടിയിട്ട് വരുന്നില്ല. കണ്ടില്ലേ എത്ര സന്തോഷത്തോടു കൂടി ആ പരിപാടി ആളത് സ്വീകരിച്ചത്. അതുകൊണ്ട് ഈ ഗ്രാമത്തിൻ്റെയും എൻ്റെ ഗ്രാമ വെള്ളാനി പ്രവാസി കൂട്ടായ്മയുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഇവിടെ നമുക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ കാർളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യാതിഥിയായിട്ടാണ് നമുക്കിവിടെ എത്തിയിരുന്നത്. എന്ത് കാര്യങ്ങൾക്ക് ഞങ്ങളുടെ സഹായം എപ്പോൾ ചെന്നാലും എന്തിനും വളരെ ലളിതമായ രീതിയിൽ നമ്മളോട് സഹകരിച്ച് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപിനെ ഈ എൻ്റെ ഗ്രാമ വെള്ളാനി പ്രവാസി കൂട്ടായ്മയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നീട് ഇനി നന്ദി പറയാനുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത മനോജാണ്. സുനിത മനോജ് ഞങ്ങളുടെ മെമ്പർ പോലെയാണ്. ഞങ്ങളുടെ ഏറ്റവും എന്താ വെച്ചാൽ എക്സിക്യൂട്ടീവ് മെമ്പർ. നിങ്ങൾക്കറിയാം, മനോജിന്റെ ഭാര്യയാണ്. പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങളോടൊപ്പം തന്നെ കൂടി ഉണ്ടാവും. അത് കാരണം ഞങ്ങളുടെ ഒരു അടുത്ത ആൾ തന്നെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ സുനിത മനോജിന് ഈ എൻ്റെ ഗ്രാമ വെള്ളാനി കൂട്ടായ്മയുടെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. ഇനി ഇവിടെ പറയാനുള്ളത് നമ്മളുടെ വാർഡ് മെമ്പർമാരാണ്. 3 പേരുണ്ടായിരുന്നു ഇവിടെ. 13ാം വാർഡ് മെമ്പർ ജ്യോതി പ്രകാശ്, 14ാം വാർഡ് മെമ്പർ ജഗജി കെ, 12ാം വാർഡ് മെമ്പർ അജയൻ തറയൽ. എന്ത് കാര്യങ്ങൾക്കും നമ്മളോട് സഹകരിച്ചു പോകുന്ന 3 പേർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ എൻ്റെ ഗ്രാമ വെള്ളാനി പ്രവാസി കൂട്ടായ്മയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇവിടെ മുൻ കാർളം പ്രസിഡന്റ് സർവീസ് സഹകരണ ബാങ്കിന്റെ KS ബാബു ആൾക്ക് വരാൻ ഒരു അസൗകര്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞങ്ങൾ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഈ കെട്ടിടം കാർളം കോപ്പറേറ്റീവ് ബാങ്കിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാനും അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ചത് ബാബുവാണ്. ബാബുവിനും പ്രത്യേകം ഈ സാഹചര്യത്തിൽ നമ്മൾ പ്രത്യേകം നന്ദി പറയുന്നു. ഇനി ഇവിടെ നമുക്ക് പ്രത്യേകം നന്ദി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം, ഈ സ്പോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രമേശ് തന്നതാണ് ഈ സ്പോട്ട്. വളരെയധികം നന്ദിയോടുകൂടി ഹൃദയപൂർവ്വം നന്ദി പറയാണ്. കാരണം ഇത്രയും നല്ലൊരു സ്ഥല സൗകര്യം നമുക്ക് ഒരുക്കി തന്നു. അതിനുവേണ്ടി പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഇവിടെ നിങ്ങൾ എല്ലാവരും കണ്ടു ശിവദം നൃത്തകലാക്ഷേത്രം വെള്ളാനി സരിത സന്തോഷ് ടീച്ചറോട് പ്രത്യേകം നന്ദി പറയാണ്. കാരണം നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നമ്മളോട് വേടിക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. വെറുതെ ഇവിടെ വന്നാൽ നമ്മൾക്ക് അങ്ങനെ ഒരു പരിപാടി നടത്താൻ നമ്മളെ കൂടെ നിന്നു. അതിന് വളരെയധികം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഇനി നന്ദി പറയാനുള്ളത് ഇവിടെ ഒത്തിരി പേരുണ്ട്. നൗഷാദ് സൗണ്ട് തന്ന നൗഷാദിന് നന്ദി പറയുന്നു. ഇനി ഇവിടെ ആരാണ് വേറെ? ഈ കൂപ്പൺ നറുക്കെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമുക്ക് ഒരു സഹായിച്ച വ്യക്തി സുരേഷ് ബാബു ആണ്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയാണ്. സുബ്രഹ്മണ്യൻ പട്ടത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് അദ്ദേഹം ഈ പൈസ തന്നത്.
അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ ലളിതഗാനം അവതരിപ്പിച്ച ഒരു 4 പേരുണ്ട്. ലളിത സത്യൻ, ഏഞ്ചൽ മേരി ജോസ്, മനോജ് പൊന്നാരി, മണി ശിവൻ ശങ്കർ, അഞ്ജലി എന്നിവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഇനി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രവാസി കൂട്ടായ്മയിലെ അംഗങ്ങൾക്കും അതുപോലെ കുടുംബാംഗങ്ങൾക്കും സഹകരിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് അയൽപ്പക്കക്കാർക്കും എല്ലാവർക്കും, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇവിടെ ഇതാ ഈ ഓൺലൈൻ ആയിട്ട് നമുക്ക് ചെയ്യുന്ന സുഹൃത്ത്, അവർക്കും പിന്നെ ആരാണ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു ലളിതഗാനം കൂടി നിങ്ങൾക്ക് ഇതാ എൻ്റെ സുഹൃത്ത് അവതരിപ്പിക്കുകയാണ്. അടുത്തതായി ഗാനം ആലപിക്കുന്നതിനായി മനോജ് പൊന്നാരിയെ ക്ഷണിക്കുന്നു.